അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫൺ ചലഞ്ചുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ഫൺ ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മളൊരു ഫേസ് കഴിഞ്ഞാൽ, അതായത് ട്രേഡേഴ്സിനെ പറ്റിയാണ് പറയുന്നത്, നമ്മൾ ട്രേഡിങ്ങിൽ ഒരു ഫേസ് കഴിഞ്ഞാൽ നമ്മളെ ഹിറ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണിത്. അതായത് സ്ട്രാറ്റജീസ് ആണോ അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് ലൈക്ക് റിസ്ക് മാനേജ്മെന്റ് ആണോ വളരെ ഇമ്പോർട്ടൻറ്റ്, അതായത് ഏതിനാണ് പ്രയോറിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, കോയിൻ ടോസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈക്ക് ഒരു 10 റുപ്പീസ് കോയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കുന്ന ടൈമിൽ നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യമുണ്ട്, എന്താണ്, ഏത് ടീമിനാണ് ഫസ്റ്റ് കിക്ക് ഓഫ് അല്ലെങ്കിൽ എന്താ ബാറ്റിംഗ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി ടോസ് ചെയ്ത് നോക്കും അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ സെയിം കാര്യം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ടോസ് ചെയ്യുന്നു, ഹെഡ്സ് വീണ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ട്രേഡ് വിന്നാണ്, ടെയിൽസ് വീണ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ട്രേഡ് ലോസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ മാനുവലി ചെയ്യുന്നില്ല, ലൈക്ക് ഫിസിക്കലി ചെയ്യുന്നില്ല, കാരണം ഇത് ഇട്ട് നമ്മളൊരു 50 ട്രേഡ്സ് ഓൾമോസ്റ്റ് നോക്കാം, ഒരു 50 ട്രേഡിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ ഇട്ട് നോക്കുന്ന ടൈം കുറേ പോകും, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഒരു വെബ്സൈറ്റിൽ പോയിട്ട് കോയിൻ ടോസ്, റാൻഡം ആയിട്ട് കോയിൻ ടോസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു എക്സൽ ഷീറ്റും വെച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ്സ് പോകുന്നത് എന്നുള്ള ഡേറ്റ ഒന്ന് അനാലിസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞ എക്സൽ, അതായത് ഞാൻ ജസ്റ്റ് ഒരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റൽ ഞാനൊരു $1000 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിസ്ക് എന്ന് കൊടുത്തിരിക്കുന്നത് 1%, അതായത് $10. നമ്മുടെ ക്യാപിറ്റലിന്റെ 1% ആണ് ഞാൻ ഒരു ട്രേഡിന് റിസ്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിവിടെ 10 കൗണ്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. 10 കൗണ്ട്സ് മീൻസ് നമ്മൾ ഒരു പ്രാവശ്യം 10 കൗണ്ടാണ് നോക്കുന്നത്, അതായത് 10 ട്രേഡ്. ഓക്കെ, നമുക്കൊരു 5 ദിവസം എടുക്കാം. ഓക്കെ, അതായത് ഒരു ഡേ നമ്മൾ 10 ട്രേഡ് എടുക്കുന്നു. ശരിക്കും അത് കൗണ്ട് കൂടുതലാണ്, 10 ട്രേഡ് ഒന്നും എടുക്കാൻ പാടില്ല, നല്ല ആക്ടിവിറ്റി ആയതുകൊണ്ട് ചെയ്യുവാണ്. അപ്പോൾ ഒരു 10 ട്രേഡ് 5 ദിവസം. ഓക്കെ, ക്യാപിറ്റൽ 1000, റിസ്ക് $10. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് നോക്കിയാൽ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു 1:2 അല്ലെങ്കിൽ 1:3. 1:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ $10 റിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ $20 ആയിരിക്കും പ്രോഫിറ്റ് നമ്മൾ എയിം ചെയ്യുന്നത്. സോ നമുക്കിവിടെ ടെയിൽസ് സ്റ്റോപ്പ് ലോസ് ആണ്, ഹെഡ്സ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വരുന്നത്, അതായത് ടെയിൽസ് വീഴുന്നതെല്ലാം നമുക്ക് $10 വെച്ച് പോകും. ഇപ്പോൾ 1:2 റിസ്ക് റിവാർഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഹെഡ്സ് വീഴുന്നിടത്തെല്ലാം നമുക്ക് $20 വെച്ച് റിവാർഡ് പ്രോഫിറ്റ് കിട്ടും. അതുപോലെ 1:3 ആണെങ്കിൽ $30 പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഞാൻ ലൈക്ക് ഒരു ഓട്ടോമേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ടോട്ടലി എത്ര വരും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം, വെബ്സൈറ്റിലോട്ട് പോകാം, ജസ്റ്റ് കോയിൻ ഫ്ലിപ്പ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ റാൻഡം ആയിട്ട് കുറച്ച് കോയിൻസ് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ 10 ആണ് വേണ്ട, ഞാൻ 10 കൊടുക്കുകയാണ്. സോ റാൻഡം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വളരെ ക്ലിയർ റാൻഡം ആയിട്ട് തന്നെയാണ് വരുന്നത്. നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ജസ്റ്റ് എന്താകും അവസ്ഥയെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഹെഡ്സ് ടെയിലാണ്, സോറി ഹെഡ്സ് എന്ന് പറഞ്ഞാൽ വിന്നാണ്. അപ്പോൾ 1 2 3 4 5 ഹെഡ്സ് വന്നിട്ടുണ്ട്. സോ 5 ടെയിൽസും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഹെഡ്സ് കൊടുക്കാം, 5 കൊടുത്തു, ടെയില് 5. ഓക്കെ, അത് കഴിഞ്ഞ് ഒന്നുകൂടെ കൊടുക്കാം, ലൈക്ക് നമുക്ക് 10 വട്ടമാണ് ടോട്ടൽ നോക്കുന്നത്. ഞാൻ 5 എന്നാണ് നേരത്തെ പറഞ്ഞത്. സോ ടോട്ടൽ 10 കൗണ്ട്സ്, 10 ട്രേഡ്സ്. ഓക്കെ, അപ്പോൾ 1 2 3 4 ഹെഡ്സ് വന്നിട്ടുണ്ട്, ബാക്കി 6 ടെയിൽസ്. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാം, ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കൗണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ലൈക്ക് നമുക്ക് ഹെഡ്സും ടെയിൽസും എല്ലാം ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രോഫിറ്റ് ലോസ് കാണാം. ഇപ്പോൾ P&L, അതായത് നമ്മൾ 10 ട്രേഡ് എടുത്തു, അതിൽ 5 ട്രേഡ് സ്റ്റോപ്പ് ലോസ് ആയി, പ്രോഫിറ്റ് ആയി, 5 ട്രേഡ് സ്റ്റോപ്പ് ലോസ് ആയി. സോ ടോട്ടലി നമുക്ക് 1:2 റിസ്ക് റിവാർഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ $100 പ്രോഫിറ്റും $50 ലോസും. അപ്പോൾ ടോട്ടൽ എന്തായി, $50, അതായത് $100 മൈനസ് $50, $50 പ്രോഫിറ്റിലാണ് P&L. അപ്പോൾ അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ടോട്ടലി നമ്മൾ $560 പ്രോഫിറ്റിലാണ്. ഓക്കെ, അതായത് 1:2 റിസ്ക് റിവാർഡ് ഫോളോ ചെയ്തിട്ട് $10 റിസ്ക് ചെയ്ത് $20 ടാർഗറ്റ് ചെയ്താൽ
ഒരു 1:3 വന്നു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ $1080 പ്രോഫിറ്റിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേണ ഒരു ഡൗട്ട് തോന്നാം, ഓക്കെ ഇവിടെ എല്ലാം വിന്നാണ് കൂടുതൽ അല്ലേ, ഹെഡ്സ് ആണ് കൂടുതൽ വീണിരിക്കുന്നത്, ലോസ് ആകെ വന്നിരിക്കുന്നത് എവിടെയാണ്, ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ അല്ലേ, ഏറ്റവും ലാസ്റ്റ് ട്രേഡിൽ നമുക്കൊരു $40 ലോസ് വന്നിട്ടുണ്ട്. ഇനി അതുകൊണ്ടായിരിക്കുമോ എന്നൊരു ഡൗട്ട് തോന്നാം. ഒരു പണി ചെയ്യാം, നമുക്കിത് തിരിച്ചാക്കാം. ഓക്കെ, അതായത് ടെയിൽസ് എല്ലാം നമുക്ക് ഇപ്പുറത്തേക്കും ഹെഡ്സ് എല്ലാം ഇപ്പുറത്തേക്ക് ആക്കാം. സോ 5 സെയിം ആണ്. ഇവിടെ എന്താവും, 6 4 ആവും, ഇവിടെ 5 ഇവിടെ 3 7 സെയിം 3 7 3 7, ഇവിടെ നമ്മൾ 8 2 നോക്കാം. 82 എന്നാണ് അടിച്ചത്, 8 2. സ്റ്റിൽ നമ്മളിവിടെ വീണ്ടും പ്രോഫിറ്റിലാണ്. ഇനിയിപ്പോൾ ഈ കൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഈ കൗണ്ടിൽ വലിയ ഡിജിറ്റ് എല്ലാം നമുക്ക് ലോസിലേക്ക് കൊടുക്കാം, ചെറിയ ഡിജിറ്റ്സ് എല്ലാം ഇവിടേക്കും കൊടുക്കാം. ഇപ്പോൾ സെയിം ഈ പറഞ്ഞ പോലെ 5 5 4 4 4 ആകെ ചേഞ്ച് വരേണ്ടത് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ 8 2 വരണം, 8 2. സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റിലാണ്. മനസ്സിലായി? അപ്പം ഇത് എന്തിനാണ് ഞാൻ ഇത് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അതിനൊരു ഉത്തരവേ ഉള്ളൂ. നമ്മുടെ സ്ട്രാറ്റജി അല്ല ഇമ്പോർട്ടൻറ്റ്, പൊസിഷൻ സൈസിങ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ നിങ്ങൾക്ക് ഒരു 2 ട്രേഡ്, ആക്ച്വലി എത്ര ട്രേഡ് വേണം, അതായത് 10ൽ എത്ര ട്രേഡ് വേണം നമുക്ക് വിൻ റേറ്റ് കിട്ടാൻ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാനെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു കൗണ്ട് നോക്കാം, ഇതെല്ലാം 0 ആക്കാം. 0. ഇപ്പോൾ ഞാൻ 10 ട്രേഡാണ് കൗണ്ട് ചെയ്യുന്നത്. 10ൽ നമുക്കൊരു ലൈക്ക് 5 കൊടുത്തു കഴിഞ്ഞാൽ ഓവറോൾ പ്രോഫിറ്റിലാണ്, $50 പ്രോഫിറ്റിലാണ്. സോ നമുക്ക് വീണ്ടും കുറയ്ക്കാം, ലോസിൻ്റെ എണ്ണം കൂട്ടി നോക്കാം, എത്ര ലോസ് വരെ നമുക്ക് 10 ട്രേഡിൽ പെയർ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ 6 ആക്കാം, 4 ആക്കാം, സ്റ്റിൽ പ്രോഫിറ്റിലാണ്, ലൈക്ക് 7 3, അപ്പോൾ മൈനസ് ആയി. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1:2 റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് 6 ട്രേഡ് പ്രോഫിറ്റും 6 ട്രേഡ് ലോസും 4 ട്രേഡ് പ്രോഫിറ്റും ആയി കഴിഞ്ഞാൽ P&L പ്രോഫിറ്റിലാണ്. മനസ്സിലായി? 1:2 റിസ്ക് റിവാർഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എത്രയാണ്, 60% വിൻ റേറ്റ്, 40% വിൻ റേറ്റ് മതി ആ ട്രേഡർക്ക്. ഇനിയിപ്പോൾ 1:3 നോക്കാം. 1:3 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാം. 7 3 $20 ആയി. ഇവിടെയാണ് നോക്കേണ്ടത്, $20 ആയി. നമുക്ക് ഒന്നുകൂടെ നോക്കാം, 8 2, അപ്പോൾ ലോസിലായി. സോ 7 3. അപ്പോൾ 1:3 ഫോളോ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ എന്താണ് 30% റിവാർഡ് മതി അല്ലെങ്കിൽ വിൻ റേറ്റ് മതി. അതായത് പ്രോബബിലിറ്റി 30%. 10 ട്രേഡിൽ 3 ട്രേഡ് നിങ്ങൾക്ക് വിന്നായാൽ എന്താണ് നിങ്ങൾക്ക് എൻഡ് ഓഫ് ദി ഡേ പ്രോഫിറ്റിലായിരിക്കും P&L ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്താലും പൊസിഷൻ സൈസിങ് ഈസ് ദ കീ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് സ്ട്രാറ്റജി അല്ല ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്ട്രാറ്റജി ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസിന് അതിൻ്റെതായ ഒരു വിൻ റേറ്റ് കാണും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നോക്കേണ്ടത്, ലൈക്ക് ഒരു ആസ് എ ട്രേഡർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മാർക്കറ്റിൻ്റെ ബിഹേവിയറാണ്. ഓക്കെ, ഇപ്പോൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവരായിക്കോട്ടെ, സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നവരായിക്കോട്ടെ, ക്രിപ്റ്റോ വാട്ടവർ ഏത് അസറ്റാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന പെയർ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബിഹേവിയർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് ലൈക്ക് എന്താണ് അതിലുണ്ടാകുന്ന റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം പമ്പാവാം അല്ലെങ്കിൽ ഡംപാവാം, അങ്ങനെയുള്ള ബേസിക് ബിഹേവിയർ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യണമെങ്കിൽ ആകെ വേണ്ടൊരു കാര്യം റിപ്പീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ലൈക്ക് മാർക്കറ്റിൽ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള ലൈക്ക് പാറ്റേൺ ട്രേഡിങ്, ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് ഒരു വിഭാഗം ആൾക്കാർക്ക് പ്രോഫിറ്റബിൾ ആണ്, വർക്കിംഗ് ആണ്. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് പ്രോഫിറ്റബിൾ അല്ല അല്ലെങ്കിൽ വർക്കിംഗ് അല്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഒത്രേ ഉള്ളൂ, കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഈ റിസ്ക് മാനേജ്മെന്റിലുള്ള കൺസിസ്റ്റൻസി ആണ് അതിൻ്റെ റീസൺ. ഓക്കെ, ഇപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് അതിൽ വലിയ രീതിയിലുള്ള നോളജ് കാര്യങ്ങളൊന്നും വേണ്ട. ചാർട്ട് ജസ്റ്റ് 2-3 ലൈൻസ് വരയ്ക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ച് ട്രേഡ് ചെയ്യാം. പക്ഷേ അവിടെ എന്താണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങനെ ആ ട്രേഡ്സിനെ മാനേജ് ചെയ്യുന്നു, അവിടെയാണ്
ആ ഒരു കീ പോയിന്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ SMC ആയിക്കോട്ടെ, ICT ആയിക്കോട്ടെ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, വാട്ടവർ. അപ്പോൾ ഈ SMC ICT എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ഫാൻസി നെയിംസ് ആണ്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കമ്പൈൻ ചെയ്യുന്നു. ലെറ്റ്സ് ഞാൻ ഒരു ട്രേഡ് എക്സിക്യൂഷന് മുന്നേ 10 കൺഫർമേഷൻസ് നോക്കുന്നു. അതിനെ ഞാൻ മേ ബി വിളിക്കുന്നത് ICT എന്നായിരിക്കും. ഞാൻ ലൈക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണ്. പിന്നെ ഞാൻ വേറൊരു ട്രേഡ് നോക്കുന്നത് ഒരു 5 കൺഫർമേഷൻസ് ആണ്. അപ്പം ഞാൻ അതിനെ വിളിക്കുന്നത് എന്താണ്, SMC എന്നാണ്. ഇനിയിപ്പോൾ ഞാൻ നാളെ പുതിയൊരു കാര്യം ഉണ്ടാക്കി, ഞാൻ അതിലൊരു 25 കൺഫർമേഷൻ നോക്കുന്നുണ്ട്. ഇത്രയും കൺഫർമേഷൻസിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. എനിക്ക് വേണമെങ്കിൽ അതിനെ എന്താ വേണം, നമുക്ക് വേണമെങ്കിൽ ഹൃത്തിക് റോഷൻ എന്ന് വിളിക്കാം. ലൈക്ക് അപ്പോൾ ഈ പേരിൽ കാര്യമൊന്നുമില്ല. അത് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ബിഗിനേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പേരിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫാൻസി ആയിട്ട് കാണുന്ന യൂട്യൂബിലെ കാര്യങ്ങളിലൊന്നും അതിലൊന്നും വലിയ പ്രസക്തി ഇല്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ട്രേഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ നിങ്ങൾ എത്രത്തോളം പൊസിഷൻ സൈസ് ചെയ്ത് റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതാണ്. ഓക്കെ, നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് കാണിച്ചത്, കോയിൻ ടോസ് ചെയ്തിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ലൈവായിട്ടാണ് കാണിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ കോയിൻ ടോസ് ചെയ്താലും റിസ്ക് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റി ആണ് എന്ന്. അപ്പോൾ ഫണ്ണാണെങ്കിലും ഈ പറഞ്ഞ പോലെ പവർഫുള്ളാണ്. എന്താണ് റിയാലിറ്റി എന്ന് തിരിച്ചറിയുക. ഒത്തിരി സ്ട്രാറ്റജീസിൻ്റെ പുറകെ ഓടാതെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി പഠിക്കുക, അത് കൺഫേം ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്ത് ഇറർ കണ്ടുപിടിച്ച് അത് കൺസിസ്റ്റൻ്റ് ആകാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സേഫ് ട്രേഡിംഗ്.